നമ്മുടെ എല്ലാം സ്വന്തം ജയേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അങ്ങനൊരു വിട പറയൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് ഓർമ്മകളാണ്. ഞാൻ അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മദ്രാശിയിൽ വെച്ചാണ്. അന്ന് തൊട്ടുള്ള ഊഷ്മള ബന്ധം കഴിഞ്ഞ മാസം വരെ തുടർന്നു. അനശ്വരനായ ഒരു ഗായകൻ, അതിനപ്പുറം തനതായ ശൈലി, തനതായ ശബ്ദം, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പാടിയ ഒരു അത്ഭുത പ്രതിഭാസം. സത്യം സത്യമാണെന്ന് മാത്രം പറയുന്ന ഒരു വ്യക്തി. ജയേട്ടൻ എന്തുകൊണ്ടൊരു ഭാഗ്യവാനാണ്. കാരണം അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികൾ ഏറ്റു പാടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ജോലി ചെയ്യുന്ന ചാനലിലുള്ള കുട്ടികൾ, 4-5 വയസ്സായിട്ടുള്ള കുട്ടികൾ ആ പാട്ട് വീണ്ടും എടുത്ത് പാടുമ്പോൾ മഞ്ഞലയിൽ മുങ്ങി തോർത്തായാലും, അതുപോലെ ഏത് പാട്ടാണല്ലോ അദ്ദേഹത്തിന്, ഏത് പാട്ട്, തമിഴിലുള്ള രാസാത്തി ഉന്നയായാലും, അതിനി തലമുറകളോളം കൈമാറി ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൂമി അവസാനിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ ഈ ശബ്ദം ഇവിടെ അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഞാനൊരു ഒരു പടം വരച്ചിരിക്കുന്നത് കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. വേറൊന്നുമല്ല, ഗുരുവായൂരപ്പൻ്റെ മടിയിൽ അദ്ദേഹം തലയാച്ചുറങ്ങുന്നു. അപ്പോൾ അതിനൊരു അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുവിലേ, എന്നോമൽ ഉറക്കമായി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ മടിയിൽ. ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ്. അപ്പം ഒരു പുണ്യാത്മാവാണ്. കാരണം ഈ ഒരു ദിവസം, ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിട്ടില്ല. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും ജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരൻ വിട്ടുപിരിഞ്ഞ ദുഃഖം അതെന്നും ഒരു ദുഃഖം മാത്രമേ അവസാനിക്കൂ. ആദരാഞ്ജലി.